ഇപ്പോൾ നോക്കിക്കുക, ഒരു +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ. ഐ എം ഹിയർ നോട്ട് ടു ബ്ലെയിം എനിബഡി. I am simply making some observation that we have to take very, very seriously. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ കുട്ടികളിൽ അവരൊന്നും ഞായറാഴ്ചകളിൽ പള്ളികളിൽ അധികമില്ല. ഇവിടെയല്ല, എല്ലായിടത്തും. നമ്മുടെ മക്കളിൽ നിന്ന് ഞായറാഴ്ചകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു മാതാപിതാക്കളോടാണ്. We are taking Sunday from Monday to Saturday ഇതിലേക്ക് മാറ്റുന്നു. They are losing Sunday. നമ്മൾ ആരായിരുന്നു പറഞ്ഞാൽ ജോലിയുടെ കാര്യമല്ല. If you are losing Sunday, that holy day in a week, Monday to Saturday unholy ആവും. Because there is no sacred time or space from Monday to Saturday. Am I right or not? ഞാൻ പറയുന്നത് മനസ്സിലായോ? അവരിൽ നിന്ന് ഞായറാഴ്ച പിഴുതു മാറ്റിയാൽ പിന്നെ വെറും ഭൗതിക ജീവികളായി ഈ ലോകം പോവും. ഇതൊന്നും സഭ തന്നെ ഗൗരവമായി എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നില്ലെന്നാണ് എൻ്റെ വിചാരം. എന്നാലോചിച്ച് നോക്കിക്കേ, ഞായറാഴ്ചകളെ നമ്മൾ എടുത്ത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അതിനെ വർദ്ധിപ്പിക്കുന്നു. ഏത് മനുഷ്യൻ്റെയും വിശുദ്ധ ദിനമായ ഞായറാഴ്ച നഷ്ടപ്പെട്ടാൽ അവർ പാപികളാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, വെറും ഭൗതിക ജീവികളായി ഒരു 10, 50, 70, 80 കിലോഗ്രാം ഭാരമുള്ള ഒരു മാംസപിണ്ഡമായി നമ്മൾ തീരും. ഇതൊക്കെ അറിയാത്തവരല്ല നിങ്ങളെല്ലാവരും. ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ലെറ്റ് us bring back Sunday back from these weekdays. Make Sunday a holy day. ഹോളിഡേ എന്ന് പറഞ്ഞാൽ HOLY, വിശുദ്ധ ദിനമായിട്ട് മാറ്റണം. വിശുദ്ധ ദിനമായിട്ട് മാറ്റണം. ഇതെല്ലാം നിങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ എല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. പക്ഷേ ഞാനിത് പറയാതെ ഇരുന്നാൽ ഞാൻ എന്നോട് കാണിക്കുന്ന കൃത്യവിലോപമാണ്, ദൈവത്തോട് കാണിക്കുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം എടുക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളുടെ സമൃദ്ധരായ കുട്ടികളിൽ നിന്ന് ഞായറാഴ്ച പിഴുതു മാറ്റുന്നവരാണോ നമ്മൾ? ആലോചിക്കണം.